സുകന്യ എന്ന രാജകുമാരിയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സുകന്യയെ സതി സുകന്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു രാജകുമാരിയായിരുന്ന സുകന്യ എങ്ങനെയാണ് സതി സുകന്യ ആയത് എന്നാണ് ഈ കഥ പറയുന്നത്. ശര്യാതി എന്ന് പറയുന്ന രാജാവിൻ്റെ മകളായിരുന്നു സുകന്യ. ശര്യാതി എന്ന രാജാവിന് ഒരുപാട് പെൺമക്കളുണ്ടായിരുന്നു. അതിലേറ്റവും സുന്ദരിയും രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളുമായിരുന്നു സുകന്യ. ഈ രാജാവിൻ്റെ രാജകൊട്ടാരത്തിനടുത്തായിട്ട് ഒരു വനമുണ്ടായിരുന്നു. ആ വനത്തിൽ ഒരാശ്രമത്തിൽ ച്യവനൻ എന്ന ഒരു മഹർഷി വസിച്ചിരുന്നു. ഇദ്ദേഹം വളരെ പുണ്യവാനായ ഒരു വൃദ്ധനായ മഹർഷിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു തപസ്സിലേർപ്പെട്ടു. വളരെ കഠിനമായ തപസ്സായിരുന്നു. ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് അദ്ദേഹം മാസങ്ങളോളം വർഷങ്ങളോളം തപസ് ചെയ്തു. വളരെ തീക്ഷ്ണമായ ഏകാഗ്രമായ തപസ്സായിരുന്നതിനാൽ അദ്ദേഹത്തിന് ചുറ്റും ചിതലുകൾ വന്ന് കൂടുകൂട്ടിയത് അദ്ദേഹം അറിഞ്ഞതേയില്ല. അദ്ദേഹത്തിൻ്റെ മുകളിലൂടെ ഒരു വലിയ ചിതൽപുറ്റ് രൂപപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ ആരും കാണാതായി. അവിടെ ഒരു ചിതൽപുറ്റ് മാത്രം അവശേഷിച്ചു. ഈ സമയത്താണ് സുകന്യയുടെ സഹോദരിമാർക്കും സുകന്യയ്ക്കും കൂടി കാട്ടിൽ കളിക്കാൻ പോകണം എന്ന് തോന്നിയത്. രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടത് സുകന്യ ആയതുകൊണ്ട് സഹോദരിമാർ സുകന്യയോടാണ് പിതാവിനോട് അനുവാദം ചോദിക്കാൻ പറഞ്ഞത്. അങ്ങനെ സുകന്യ പിതാവിൻ്റെ അടുത്ത് ചെന്ന് തങ്ങൾ കാട്ടിൽ കളിക്കാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ സുകന്യയെ അതിന് അനുവദിച്ചു. തൻ്റെ മകളുടെ സൗന്ദര്യം കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് വളരെ അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിച്ച് അവളുടെ വിവാഹം നടത്തണം എന്നും രാജാവ് ആ സമയത്ത് മനസ്സിൽ കരുതിയിരുന്നു. എന്തായാലും വളരെ വലിയ ഒരു അനുചര വൃന്ദത്തിൻ്റെ അകമ്പടിയോടെ സുകന്യയും സഹോദരിമാരും തങ്ങളുടെ കൊട്ടാരത്തിനടുത്തുള്ള ഈ വനപ്രദേശത്ത് കളിക്കാൻ പോയി. അതിൽ മറ്റുള്ളവർ അവിടെ കളിക്കുന്ന സമയത്ത് സുകന്യ കുറച്ച് മാറി അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു. ചുറ്റി നടക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വലിയ ചിതൽപുറ്റ് അവൾ കണ്ടു. കൗതുകം തോന്നിയിട്ട് സുകന്യ ഈ ചിതൽപുറ്റിനടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതിൽ എന്തോ രണ്ട് സാധനങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടു. അതിനുള്ളിൽ നല്ല രണ്ട് തിളക്കങ്ങൾ. അപ്പോൾ സുകന്യ വിചാരിച്ചത് മിന്നാമിനുങ്ങളാണെന്നാണ്. ഇങ്ങനെ രണ്ട് മിന്നാമിനുങ്ങളെ കാണുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരുപാട് മിന്നാമിനുങ്ങൾ കാണുമെന്നും അവയെ കുത്തി പുറത്തിടുകയാണെങ്കിൽ അതൊരു വലിയ മനോഹരമായ കാഴ്ചയായിരിക്കുമെന്നും സുകന്യയ്ക്ക് തോന്നി. അതുകൊണ്ട് അവൾ രണ്ട് കമ്പുകൾ എടുത്തുകൊണ്ട് വന്ന് ഈ രണ്ട് ദ്വാരങ്ങളിലൂടെ ഈ തിളക്കം കാണുന്ന സ്ഥലങ്ങളിൽ കുത്തി. പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് ഒരു നിലവിളി കേട്ടു. അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുന്നു. മാത്രമല്ല അവൾ കുത്തിയ സ്ഥലത്ത് നിന്ന് രക്തം വരാനും തുടങ്ങി. അതോടെ പേടിച്ചു പോയ സുകന്യ ആ കമ്പ് അവിടെ ഇട്ടിട്ട് ഓടി മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ തൻ്റെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് രാജാവും അവിടെ നിൽപ്പുണ്ടായിരുന്നു. സുകന്യ പേടിച്ച് ഓടി വരുന്നത് കണ്ടിട്ട് രാജാവ് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ സുകന്യ പേടിച്ചരണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് വീണു. സുകന്യയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സേവകരും സുകന്യയുടെ സഹോദരിമാരും എല്ലാവരും ദേഹമാസകലം വേദന കൊണ്ട് പുളയുന്നു. എന്ത് പറ്റിയെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും വയറുവേദന, ദേഹത്ത് വേദനയൊക്കെ ആയി. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയ മഹാരാജാവ് എല്ലാവരെയും കൊണ്ട് വീണ്ടും കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ കൊട്ടാരത്തിലെത്തിയതോടെ രാജ്യത്തിലെല്ലാവർക്കും അസുഖമായി. എന്ത് പറ്റിയെന്ന് മനസ്സിലാകാതെ രാജാവ് തൻ്റെ സേവകരോട് ഈ ച്യവനൻ്റെ ആശ്രമത്തിനടുത്തൊക്കെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അവിടെ എന്തെങ്കിലും പറ്റിയോ എന്ന് അറിഞ്ഞുകൂടല്ലോ. അവരൊക്കെ പോയി നോക്കിയിട്ട് ഒന്നും മനസ്സിലായതുമില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നമ്മളുടെ കൊട്ടാരത്തിനടുത്ത് ച്യവനൻ എന്ന മഹർഷി വലിയ തപസ് നടത്തുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പറ്റിക്കാണോ, അല്ലെങ്കിൽ രാജ്യത്തെല്ലാം ഇങ്ങനെ അപശകുനങ്ങൾ ഉണ്ടാകുകയില്ല. ഇത് കേട്ടുകൊണ്ട് സുകന്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സുകന്യ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ അന്ന് എല്ലാവരും കൂടെ കളിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടക്കുമ്പോൾ ഒരു വലിയ ചിതൽപുറ്റ് കണ്ടിരുന്നു. ആ ചിതൽപുറ്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്തോ തിളങ്ങുന്നത് കണ്ട്, രണ്ട് സ്ഥലത്ത് തിളങ്ങുന്ന കണ്ടു. അവിടെ രണ്ട് ദ്വാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കമ്പെടുത്ത് ഈ രണ്ട് ദ്വാരങ്ങളിലും കുത്തി. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദവും കേട്ടു, രക്തവും വന്നു. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, നീ തൽക്കാലം വിഷമിക്കേണ്ട, ഞാനിന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ രാജാവ് തൻ്റെ തേരാളിയോട് തന്നെ ഈ ആശ്രമം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ച്യവനൻ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും പൊട്ടിപ്പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹം മൂടിയിരുന്ന ചിതൽപുറ്റ് മുക്കാലും താഴെ വീണു. അദ്ദേഹം അനങ്ങിയപ്പോൾ അത് കുറേയൊക്കെ പൊളിഞ്ഞു വീണു. എന്നാൽ ബാക്കിയൊക്കെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് രാജാവിന് ഇത് കണ്ട് വലിയ ദുഃഖമായി. അദ്ദേഹം ഈ മുനിയോട് തൻ്റെ രാജ്യത്തെ ജനങ്ങളെ ശപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മുനി പറഞ്ഞു, ഞാൻ ആരെയും ശപിച്ചിട്ടില്ല. പക്ഷേ
ഞാൻ വളരെ ശക്തമായി തപസ് ചെയ്യുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. ആരും എൻ്റെ ധ്യാനത്തിന് ഭംഗം വരുത്തി എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്ത് ആരാണോ ഈ പാപം ചെയ്തത് അവർ ചെയ്ത പാപത്തിനുള്ള ഫലമാണ് അനുഭവിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാനില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ മകളാണിത് ചെയ്തത്, അവളോട് അങ്ങ് ക്ഷമിക്കണം. അങ്ങയ്ക്ക് പ്രതിഫലമായിട്ട് ഇനി പരിഹാരമായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഈ മഹർഷി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് പരിചാരകരെ ആവശ്യമില്ല, എനിക്ക് ധനം വേണ്ട. പിന്നെ നിങ്ങളുടെ മകളാണിത് ചെയ്തത് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവൾ വന്ന് എന്നെ ശുശ്രൂഷിക്കണം. അതാണ് ഇതിനുള്ളൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാജാവിന് വലിയ ദുഃഖമായി. കാരണം തൻ്റെ മകൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകളാണ്. അവൾ വളരെ ചെറുപ്പമാണ്, അതിസുന്ദരിയാണ്. അവളെ ഇത്ര വൃദ്ധനായ കണ്ണ് കാണാത്ത ഒരാളെ ശുശ്രൂഷിക്കാൻ കാട്ടിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് രാജാവ് വളരെ ദുഃഖിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയി. ആരോടും ഇതിനെപ്പറ്റി അധികം സംസാരിച്ചില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് സുകന്യ അടുത്ത് ചെന്നു. എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകളെ, നിൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നീ അന്ന് കമ്പെടുത്ത് കുത്തിയത് ചെവനൻ എന്ന് പറയുന്ന മഹർഷിയുടെ കണ്ണുകളിലാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി. ഇത് കേട്ടപ്പോൾ സുകന്യയ്ക്ക് വലിയ ദുഃഖമായി. അവൾ പറഞ്ഞു, അച്ഛൻ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. അവിടെ കണ്ണുകളാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അവിടെ മനുഷ്യനുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇനി ഞാൻ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഞാനിങ്ങനെ തെറ്റ് ചെയ്തു പോയതിന് എന്ത് പരിഹാരം ചെയ്യണം? അപ്പോൾ രാജാവ് പറഞ്ഞു, ചെവനൻ പറയുന്നത് നീ അവിടെ പോയി ശുശ്രൂഷിക്കണം എന്നാണ്. പക്ഷെ ഞാനത് എങ്ങനെ അനുവദിക്കും? അപ്പോൾ സുകന്യ പറഞ്ഞു, അച്ഛൻ അതിൽ മടിക്കേണ്ട. കാരണം ഇത് ഞാൻ ചെയ്ത തെറ്റാണ്. എൻ്റെ തെറ്റ് കാരണം എൻ്റെ രാജ്യത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞാൻ പോകാം. മാത്രമല്ല, എന്നെപ്പോലെ ഒരാൾ കാട്ടിൽ പോയി വസിക്കുന്നതിന് അങ്ങക്ക് ദുഃഖമുണ്ടെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യണം, എന്നെ ആ മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. അപ്പോൾ രാജാവിന് വലിയ സങ്കടമായി. രാജാവ് പറഞ്ഞില്ല, നിന്നെ അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സുകന്യ പറഞ്ഞു, അങ്ങനെയാണ് എൻ്റെ തീരുമാനം, അങ്ങനെയാണ്. ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ഈ മഹർഷിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. എൻ്റെ തെറ്റെനിക്ക് അങ്ങനെ തിരുത്തണം. അങ്ങനെ സുകന്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ രാജാവ് മകളെ ഈ മഹർഷിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി കാട്ടിലേക്ക് അയക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ സുകന്യ അവിടെ ഒരു ഹോമകുണ്ഡം ഒക്കെ കൂട്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തൻ്റെ തീരുമാനം ശരിയാണെങ്കിൽ, താൻ ചെയ്യുന്ന ഈ കാര്യം തൻ്റെ തെറ്റിനൊരു പരിഹാരമാകുമെങ്കിൽ ദുർഗാദേവി തൻ്റെ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർക്കണം എന്ന് പ്രാർത്ഥിച്ചു. അതോടെ പെട്ടെന്ന് ആൾക്കാരുടെ അസുഖമൊക്കെ മാറി, എല്ലാവരുടെയും വയറുവേദനയൊക്കെ മാറി. അതോടെ രാജാവ് സുകന്യയുടെ സത്യത്തിൽ വിശ്വസിക്കുകയും അവളെയും കൊണ്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. കാട്ടിൽ ചെന്ന് അവളെ മഹർഷിയുടെ മുന്നിൽ ഹാജരാക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾ അങ്ങേ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്, അങ്ങേക്ക് അതിൽ വിരോധമില്ലല്ലോ. അങ്ങനെ ചെവനൻ ഇതിന് സമ്മതിച്ചു. അപ്പോൾ രാജാവ് ഒരുപാട് സ്ത്രീധനവും കൊണ്ടാണ് പോയത്. തൻ്റെ മകൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരുപാട് പണവും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അദ്ദേഹം കൊണ്ടുപോയിരുന്നു. പക്ഷേ ചെവനൻ ഇതൊന്നും സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സന്യാസിയാണ്, എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട, ഞാൻ സുകന്യയെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ സുകന്യയും ചെവനനും കൂടെയുള്ള വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം തൻ്റെ രാജകീയ ആടയാഭരണങ്ങളെല്ലാം അഴിച്ച് സുകന്യ തൻ്റെ തോഴിമാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്നും എനിക്കിനി ആവശ്യമില്ല, ഞാൻ മരവുരി മാത്രമേ ഇനി ധരിക്കുകയുള്ളൂ, ഞാൻ എൻ്റെ ഭർത്താവ് എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ മാത്രമേ ജീവിക്കുകയുള്ളൂ, ഇതെല്ലാം കൊണ്ടുപോയിക്കോളൂ. മാത്രമല്ല തൻ്റെ കൂടെ ആരും തന്നെ സേവിക്കാൻ നിൽക്കണ്ട എന്നും സുകന്യ പറഞ്ഞു. അങ്ങനെ സുകന്യയും ചെവനനും ആ കാട്ടിലെ ആശ്രമത്തിൽ താമസമായി. തൻ്റെ ഭർത്താവിനെ എങ്ങനെയൊക്കെ ശുശ്രൂഷിക്കാമോ അങ്ങനെയെല്ലാം സുകന്യ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിൻ്റെ പൂജയ്ക്ക് വേണ്ട പൂക്കൾ പറിച്ചു കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ആശ്രമം വൃത്തിയാക്കുക, അദ്ദേഹത്തിന് ഭക്ഷണം വാരിക്കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു മടിയുമില്ലാതെ സുകന്യ ചെയ്തു. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ അടുത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ കാല് തിരുമ്മി കൊടുക്കുകയും അദ്ദേഹം ഉറങ്ങിയതിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം ഉണരുന്നതിന് മുമ്പേ എഴുന്നേൽക്കുകയും കുളിച്ച് ശുദ്ധമായി അദ്ദേഹത്തിൻ്റെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കി വെക്കുകയും ചെയ്യും. മറ്റൊരാൾക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഒരു മനുഷ്യന് എത്രമാത്രം സന്തോഷം കിട്ടുന്നു എന്ന് അങ്ങനെയാണ് സുകന്യ മനസ്സിലാക്കിയത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം സുകന്യ ഈ ആശ്രമത്തിനടുത്തുള്ള അരുവിയിൽ കുളിച്ചിട്ട് ആശ്രമത്തിലേക്ക് നടന്നു വരികയായിരുന്നു. അവളുടെ കയ്യിലൊരു കുടത്തിൽ വെള്ളവും ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നു വരുമ്പോൾ ആകാശത്തു കൂടി അശ്വിനി ദേവകൾ 2 പേരാണ്. അവർ പറന്നു പോകുന്നുണ്ടായിരുന്നു. അവർ താഴേക്ക് നോക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ടു. അവർ താഴെ ഇറങ്ങി വന്ന് അവളോട്, നീ ആരാണ് എന്ന് ചോദിച്ചു. ഇവരെ കണ്ടപ്പോഴേ ഇവർ സാധാരണ മനുഷ്യരല്ല എന്ന് മനസ്സിലാക്കിയ ഈ സുകന്യ അവരോട് വളരെ ബഹുമാനപൂർവ്വം സംസാരിച്ചു. താൻ ചെവന മഹർഷിയുടെ ഭാര്യയായ സുകന്യയാണ് എന്ന് അവരോട് സുകന്യ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു,
ഇത്ര സുന്ദരിയായ നീ വൃദ്ധനും അന്ധനുമായ ച്യവനൻ്റെ ആശ്രമത്തിലല്ല കഴിയേണ്ടത്. നിന്റെ സ്ഥാനം ദേവലോകത്താണ്. നീ ഞങ്ങളുടെ കൂടെ പോരൂ. ഞങ്ങൾ നിന്നെ വിവാഹം കഴിക്കാം. മാത്രമല്ല നിന്നെ ഒരു രാജ്ഞിയെപ്പോലെ ഞങ്ങൾ വാഴിക്കാം. ഇത് കേട്ട സുകന്യ അവരോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ നല്ലവരാണ്, ദേവന്മാരാണ് എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇത്ര നീചന്മാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അശ്വിനി ദേവകൾ പറഞ്ഞു, നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചതാണ്. ഞങ്ങളോട് ക്ഷമിക്കണം. നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തു തരാം. അപ്പോൾ സുകന്യ പറഞ്ഞു, എനിക്ക് ഒന്നേ വേണ്ടൂ, എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം. അപ്പോൾ അശ്വിനി ദേവകൾ പറഞ്ഞു, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. പക്ഷേ ഞങ്ങൾക്കൊരു നിബന്ധനയുണ്ട്. അപ്പോൾ സുകന്യ ചോദിച്ചു, എന്താ നിബന്ധന? അവർ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ ഭർത്താവിന് കാഴ്ച തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ കണ്ടാൽ ഞങ്ങളെപ്പോലെ തന്നെ ആക്കുകയും ചെയ്യും. അതായത് ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ ഭർത്താവും കൂടെ നിന്നാൽ ആരാണ് ച്യവനൻ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പോൾ നീ ആരെ തിരഞ്ഞെടുക്കുന്നോ അവരെ ആയിരിക്കും നീ വിവാഹം കഴിക്കേണ്ടത്. സുകന്യയ്ക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം തൻ്റെ ഭർത്താവിന് പകരം ഇവരെ ആരെങ്കിലുമാണ് താൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ട് സുകന്യ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി തൻ്റെ ഭർത്താവിനോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ച്യവനൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നീ പതിവ്രതയാണ്. നീ ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ ഒരിക്കലും വൃഥാവിലാവുകയില്ല. അതുകൊണ്ട് നീ ധൈര്യത്തോടെ എന്നെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നോളൂ. അങ്ങനെ സുകന്യ തൻ്റെ ഭർത്താവിനെയും കൊണ്ട് അശ്വിനി ദേവകളുടെ അടുത്തേക്ക് എത്തി. അശ്വിനി ദേവകൾ ച്യവനനെയും വിളിച്ചുകൊണ്ട് നദിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് നദിയിൽ മുങ്ങി. കുറേ നേരത്തേക്ക് അവിടെ നിശബ്ദതയായിരുന്നു. ഭർത്താവ് എവിടെ, അശ്വിനി ദേവകൾ എവിടെയെന്ന് കാണാൻ വയ്യ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നദിയിൽ നിന്ന് 3 പേര് ഒരേപോലെ ഉയർന്നു വന്നു. 3 പേരെയും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. ഒരു പൊട്ടോ മറുകോ ഒന്നും വ്യത്യാസമില്ല. 3 പേരും കൃത്യം ഒരേപോലെ. സുകന്യ ആകെ പരിഭ്രമിച്ചു പോയി. ഇതിൽ തൻ്റെ ഭർത്താവിനെ എങ്ങനെ തിരഞ്ഞെടുക്കും? സുകന്യ കണ്ണടച്ച് ദുർഗാദേവിയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദുർഗാദേവി അവളുടെ ചെവിയിൽ വന്ന് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. അതിൻ പ്രകാരം ദേവകൾ ഒരിക്കലും കണ്ണടക്കുകയില്ല. അവർ കണ്ണ് ചിമ്മുകയില്ല. മനുഷ്യരാണ് കണ്ണ് ചിമ്മുന്നത്. ഈ വിദ്യ മനസ്സിലായ സുകന്യ നദിയിലിറങ്ങി ഈ 3 പേരെ അടുത്തേക്ക് ചെല്ലുകയും അതിൽ കണ്ണ് ചിമ്മുന്ന ആളെ തിരിച്ചറിഞ്ഞിട്ട് ഇത് തൻ്റെ ഭർത്താവാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ തങ്ങളുടെ പരീക്ഷണത്തിൽ സുകന്യ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ച അശ്വിനി ദേവകൾ അവളുടെ ഭർത്താവിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും യൗവനവും തിരിച്ചു കൊടുത്തിട്ട് അവരെ 2 പേരെ അനുഗ്രഹിച്ച് ആകാശത്തേക്ക് മറഞ്ഞു. അങ്ങനെ ച്യവനൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ യൗവനവും തിരിച്ചു കിട്ടി. അദ്ദേഹം സുന്ദരനായ യുവാവായിട്ട് മാറി. താമസിക്കാതെ ശര്യാദി എന്ന രാജാവ് തൻ്റെ മകളെ കാണാൻ വരികയും അവളുടെ ശുശ്രൂഷ കൊണ്ടും അവളുടെ പാതിവൃത്യം കൊണ്ടും അവളുടെ ഭർത്താവിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും യൗവനവും തിരിച്ചു വന്നത് കണ്ട് അതീവ സന്തുഷ്ടനാവുകയും ചെയ്തു. അങ്ങനെ തൻ്റെ പ്രാർത്ഥന കൊണ്ടും തൻ്റെ സേവനം കൊണ്ടും തൻ്റെ ഭർത്താവിൻ്റെ യൗവനവും കണ്ണിൻ്റെ കാഴ്ചയും ഒക്കെ തിരിച്ചു കൊടുത്തത് കൊണ്ടാണ് സുകന്യയെ സതി സുകന്യ എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഇതാണ് സുകന്യയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.